ശസ്ത്രക്രിയാ പിഴവുകൾ തുടർക്കഥയായതോടെ മാർഗരേഖയുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയാ വിവരങ്ങൾ രേഖപ്പെടുത്തിയ റിസ്റ്റ് ബാൻഡ് രോഗികളെ ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി അടയാളപ്പെടുത്തണം. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നും മാർഗരേഖയിൽ നിർദ്ദേശമുണ്ട്. ശസ്ത്രക്രിയാ പിഴവുകളുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ. ഡോക്ടർമാർക്കും നഴ്സുമാർക്കുമുള്ള ഉത്തരവാദിത്വങ്ങളിൽ വ്യക്തത വരുത്തുന്നതാണ് പുതിയ മാർഗനിർദ്ദേശം. ശസ്ത്രക്രിയ നടത്തുന്ന രോഗികൾക്ക് ശസ്ത്രക്രിയാ വിവരങ്ങൾ അടങ്ങിയ റിസ്റ്റ് ബാൻഡ് ധരിപ്പിക്കണം. ശസ്ത്രക്രിയ നടത്തേണ്ട ശരീരഭാഗം മുൻകൂട്ടി സ്കിൻ മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം തുടങ്ങിയവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ഓപ്പറേഷൻ തിയേറ്ററിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ കണക്കെടുപ്പ് നടത്തണം. ചെക്ക് ലിസ്റ്റ് മേധാവിക്ക് കൈമാറണം. നശിപ്പിക്കുന്ന വസ്തുക്കളുടെയും കണക്ക് സൂക്ഷിക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുന്നതിനു മുൻപ് വാർഡിലെ ഡോക്ടറും നഴ്സും രോഗിയുടെ IP നമ്പർ, യൂണിറ്റ്, കേസ് റെക്കോർഡ് എന്നിവ പൂർത്തിയാക്കണം. ഇവ ക്രോസ് ചെക്ക് ചെയ്യണം. രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റിലെ നഴ്സ് ഇൻചാർജും വാർഡിലെ ഡോക്ടറും ചേർന്ന് പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് രൂപീകരിച്ച് ഒപ്പിടണം. ഓപ്പറേഷൻ തിയേറ്ററിൽ ചുമതലയുള്ള നഴ്സിംഗ് ഓഫീസർ ഇത് വായിച്ച് വ്യക്തത വരുത്തി ഒപ്പിടണം. അതിനുശേഷമേ രോഗിയെ തിയേറ്ററിലേക്ക് പ്രവേശിപ്പിക്കാവൂ. കൂടാതെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി രോഗികളുടെ ബന്ധുക്കൾക്ക് വിശദീകരിച്ച് നൽകണമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശങ്ങളാണ് ഇവയിൽ പലതും. പിഴവുണ്ടായാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടാനാകില്ലെന്നും ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.